പിന്നെ നിന്റെ ആവണിക്ക് ഞാനൊരു ഓഫർ കൊടുത്തിട്ടുണ്ട്. അവളായിട്ട് തന്നെ ജോലി ഉപേക്ഷിച്ച് വന്ന് ചേച്ചി ആഗ്രഹിച്ച പോലെ നിന്നനുസരിച്ച് ശിഷ്ടകാലം ഇവിടെ ജീവിക്കാം. എങ്ങനെയുണ്ട് എൻ്റെ ഓഫർ? ഇല്ലെങ്കിൽ ആവണി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കും. നീ നേരത്തെ എന്നെ കളിയാക്കിയില്ലേ? തലയിടാൻ മുണ്ട് വാങ്ങണമെന്ന്. അത് 4 എണ്ണം വാങ്ങിക്കോ. അച്ഛനും മക്കളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇട്ടോണ്ട് നടക്കാം. മോളെ, വെല്ലുവിളിക്കുമ്പോഴേ നിന്റെ തരത്തിലുള്ള ആളോട് വെല്ലുവിളിക്കണം. ഇതാളെ വേറെയാ. ഈ മായാവതിനെ അറിയാൻ പോകുന്നേ ഉള്ളൂ. ആവണി, നീ കഷ്ടപ്പെട്ട് നേടിയ ഈ ജോലിയുണ്ടല്ലോ, അത് നീയായിട്ട് തന്നെ വേണ്ടാന്ന് വെച്ചേരും. അതാണ് നിനക്ക് നല്ലത്. ആവണി, നീ മായ പറഞ്ഞ പോലെ കേട്ടേക്ക്. അല്ലെങ്കിൽ വെറുതെ നീയും നിന്റെ അച്ഛനും അമ്മയൊക്കെ നാണം കിടും. ചേട്ടാ, ചേട്ടൻ അടക്കം ജയിലിൽ കിടക്കണ്ടായിരുന്നു. ചേച്ചിയുടെ ഒരു ഒറ്റ ഔദാര്യം കൊണ്ട് ചേട്ടൻ ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കുന്നത്. അത് മറക്കണ്ട. ജോലിയൊന്നും കുഴപ്പമില്ലമ്മ. ഞാനിപ്പോൾ ജോലിക്ക് പോയിട്ട് വന്നേ ഉള്ളൂ. സൗണ്ടിനൊന്നും പ്രശ്നമൊന്നുമില്ല, അമ്മയ്ക്ക് തോന്നുന്നതാ. ആ, ത്രിവേണി ഇവിടെ ഉണ്ട്. ആ, അവളിവിടെ ഉണ്ട്, ഞാൻ കൊടുക്കാം. അമ്മ എടി, ഇവിടെ ഉണ്ടായിരുന്നു അമ്മയോട് പറയരുത് കേട്ടോ. കേട്ടല്ലോ? ഹലോ അമ്മ. ഇവിടെ ഒരു കുഴപ്പമില്ല. ചേച്ചി ഇപ്പൊ ജോലി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അമ്മ അപ്പച്ചിയുടെ അടുത്ത് തന്നെയില്ലേ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം. അമ്മ അപ്പച്ചിയുടെ ആരോഗ്യം നോക്കാം. ഓക്കെ അമ്മ, ശരി. എടി, ഇന്ന് ഓഫീസിൽ നടന്ന കാര്യമൊക്കെ ആരെങ്കിലും വീഡിയോ എടുത്തിരുന്നെങ്കിൽ എൻ്റെ പണി പോയേനെ. ന്യൂസിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ നിറഞ്ഞു നിന്നേനെ. ഇപ്പോൾ ഇതത്ര നിസ്സാരമായിട്ടൊന്നും കാണാൻ പറ്റുന്നതല്ല. നാളെ ഇങ്ങനെ തന്നെ സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യൂടി? ചേച്ചി എന്താ പറഞ്ഞിരുന്നേ? അവരെ വലിയവായി വെല്ലുവിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അവർക്ക് അത്രയും കണക്ഷൻസ് ഉണ്ട്. ഒടുക്ക് നാട് മൊത്തം നാണം കെട്ടിട്ട് പിന്നീട് കുറെ കാലം കഴിഞ്ഞ് നിരപരാധി തെളിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? ചേച്ചി, ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്നാൽ മേടിക്കാൻ നിൽക്കണ്ട കേട്ടോ. അതിൽ വല്ല പൈസയും വെച്ച് ഫിനോഫ്തലിൻ പൊടിയിട്ട് തന്ന കുടുങ്ങി. എടി, നീ ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കാതെ. എനിക്ക് നാളെ അങ്ങോട്ട് പോകേണ്ടതാ. അടുത്ത വിശ്വാസം. ഏട്ടത്തിയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? എനിക്കൊരു കുഴപ്പമില്ല. ഏട്ടത്തി, ഞാനൊരു കാര്യം പറയട്ടെ. ഏട്ടത്തി ഇന്ന് ജോലിക്ക് പോയി കഴിഞ്ഞ് ഇവിടെ കുറച്ച് ചർച്ചകളൊക്കെ നടന്നു. ആ മായന്മാരോടോ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടു. എല്ലാ ഏട്ടത്തിയെ ദ്രോഹിക്കാൻ വേണ്ടിയാ. പിന്നെ ഏട്ടത്തിയുടെ ജോലി കളയാൻ വേണ്ടി. ഏട്ടത്തി സൂക്ഷിക്കണം കേട്ടോ. അതൊക്കെ ഞാൻ സൂക്ഷിച്ചോളാം. നീ നിന്റെ കാര്യം നോക്കി പൊടി. ഏട്ടത്തിക്ക് എന്നോട് ദേഷ്യമാണെന്നറിയാം. പക്ഷെ എനിക്ക് ഏട്ടത്തിയോട് ഒരു ദേഷ്യവും ഇല്ല. അയ്യോ, എന്താ ഏട്ടത്തിനോട് ഉണ്ടായിരുന്ന ദേഷ്യമൊക്കെ അങ്ങ് ചോർന്നു പോയോ? അതൊന്നുമല്ല, ഞാൻ ഏട്ടത്തിയോട് ചെയ്ത തെറ്റൊക്കെ എനിക്ക് മനസ്സിലായി. സോറി ഏട്ടത്തി. ഏട്ടത്തി എല്ലാം മറക്കണം. എന്നെ ഏട്ടത്തിയുടെ കൂടെ നിർത്തണം. ഇവിടെ ഇരുന്ന് മായമ്മ ഏട്ടത്തിയെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യുന്ന സകല പ്ലാനും ഞാൻ ഏട്ടത്തിയെ അറിയിക്കാം. അപ്പൊ ഏട്ടത്തിക്ക് മായമ്മയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യാലോ. നീ ഒന്ന് പോയേ. എനിക്ക് നിന്റെ ഒരു സഹായം വേണ്ട. സഹായിക്കണം ഏട്ടത്തി. നീയൊന്ന് പോയേ അഞ്ജു. മനുഷ്യനിച്ചിരി സ്വൈരന്താ. അഞ്ജു ചേച്ചി,
ചേച്ചി ഞങ്ങളെ സഹായിക്കുമല്ലോ? ഉറപ്പായിട്ടും വിശ്വസിക്കാമോ? വിശ്വസിക്കാം. എടീ, നീ ഇതെന്ത് ഭാവിച്ചാ? ചേച്ചി ഒന്ന് ചുമ്മായിരുന്നേ. അഞ്ചു ചേച്ചി പറ, വിശ്വസിക്കാമോ? ഇന്നലെ വരെ എന്നെ വിശ്വസിക്കാൻ കൊള്ളില്ലായിരുന്നു മോളെ, പക്ഷെ ഇപ്പൊ വിശ്വസിക്കാം. ചേച്ചി കൈ കൊടുത്ത് കോംപ്രമൈസ് ആയേ. ഒന്ന് പോയ വെച്ച നീ ഒന്ന് കൈ കൊടുത്ത് കോംപ്രമൈസ്. ആ കൈ ഇങ്ങോട്ട് താ ചേച്ചി. ഇനി നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. ഓക്കെ? ഹാപ്പി? ഹാപ്പി. ഓക്കെ, എന്നാ ചേച്ചി പോയിക്കോ. ഇനി എന്തെങ്കിലും ചർച്ച ഉണ്ടായാൽ പറയണേ. പറയാം മോളെ. ഓക്കെ ചേച്ചി. എടി, നീ ഇതെന്ത് ഭാവിച്ചാ? ചേച്ചി ഇനി നമ്മൾ ബുദ്ധി കൊണ്ട് കളിക്കേണ്ട സമയമാണ്. എന്തോന്ന് ബുദ്ധി? ആ അരപ്പിരിയം കൊണ്ട് എന്ത് കാണിക്കാനാ നിനക്ക്? ചേച്ചിക്ക് ഈ മായ്മ പറയുന്നതൊക്കെ ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇല്ല. എനിക്കും പറ്റില്ല. അതുകൊണ്ട് പക്ഷെ അഞ്ചു ചേച്ചിക്ക് പറ്റും. തൽക്കാലം നമുക്ക് അവരെ കൊണ്ട് ആവശ്യമുണ്ട്. ഈ മായ്മ പറയുന്ന കാര്യങ്ങളൊക്കെ ചോർത്താൻ അഞ്ചു ചേച്ചിക്കേ പറ്റൂ. അല്ലാതെ ചേച്ചിയോട് അവർ ചെയ്തൊക്കെ ഞാൻ പെട്ടെന്ന് മറക്കോ? തൽക്കാലം അവരാ രഹസ്യങ്ങളൊക്കെ ചോർത്തട്ടേന്നേ. തിരിച്ചേ ഇത് വല്ലതും നടക്കുവോ? പിന്നെന്താ, നടന്നിരിക്കും. രക്ഷപ്പെട്ട്. തൽക്കാലം പിടിച്ചു നിൽക്കാൻ ആരുടെങ്കിലും കൂടെ നിൽക്കുന്നതാണ് നല്ലത്. ആ മായമ്മയുടെ കൂടെ പിടിച്ചു നിൽക്കാൻ അതാവണിക്ക് പറ്റും. ഇനി മായമ്മയുടെ കൂടെ പിടിച്ചു നിൽക്കാൻ ആവണിക്ക് പറ്റുമോ? പിടിച്ചു നിന്നില്ലെങ്കിൽ അപ്പൊ മറുകണ്ടം ചാടാം. തൽക്കാലം എങ്ങനെ അങ്ങോട്ട് പോട്ടെ. അമ്മ അമ്മ ഓക്കെ അല്ലേ? ഓക്കെയാണ് മോളെ. എന്ത് പറ്റി ദേവു? ഒന്നുമില്ല. കുറച്ച് ദിവസമായിട്ട് ഞാൻ അമ്മേനെ എപ്പോഴും കാണുമ്പോൾ അമ്മ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ. രാവിലെ അമ്മ ടെൻഷൻ ഉള്ളതുകൊണ്ടാ ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചത്. പക്ഷെ ഇപ്പൊ അമ്മ സന്തോഷം കൊണ്ട് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത്. അതെന്താടി നിനക്ക് ഇത്ര സന്തോഷം? പറഞ്ഞാ നിങ്ങൾ വിശ്വസിക്കില്ല. ഇല്ല, നീ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. ചുമ്മാ ഇരിക്കും പ്രകാശ. ഇനി അമ്മ പറ. ഞാൻ നിങ്ങളുടെ ഏട്ടത്തിയോട് ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്തിരുന്നില്ലേ? ചെറുതാ? കണ്ണിച്ചൊരയുടെ എന്തൊക്കെ പണിയടി നീ ഏട്ടത്തിയോട് കാണിച്ചിട്ടുള്ളത്? അങ്ങനെയെങ്കിൽ അങ്ങനെ. പക്ഷേ എൻ്റെ ഏട്ടത്തി എന്നോട് അതെല്ലാം ക്ഷമിച്ചു. എത്ര നല്ല മനസ്സാ ഏട്ടത്തിയുടെ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്നാ അങ്ങനെ വന്നു. ഇന്നു മുതൽ എൻ്റെ ഏട്ടത്തി ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ വേദനിപ്പിക്കുകയോ ചെയ്ത അഞ്ജുവിന്റെ വിധം മാറും. ഓർത്തോ. ഇവൾക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. ഇനി മായമ്മ എന്തെങ്കിലും വെച്ച് തലക്കടിച്ചാ? വെള്ള കയ്യിലിരിപ്പോണ്ട് കിട്ടിക്കാണും. വാണിയമ്മ, ഈ വാണമ്മ അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു നിർത്താ. പ്രശ്നങ്ങളോ? അതിന് ഞാനും അവളും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അല്ല, അവളെ ഏട്ടത്തിയോട് ചെയ്താൽ ഏട്ടത്തി ക്ഷമിച്ചു എന്നും പറഞ്ഞ് തുള്ളിച്ചാടി നടക്കുന്നുണ്ടല്ലോ. സത്യമാണോ? ആ ചിരിയിൽ എന്തോ ഒരു പന്തികേടില്ലേ? എന്ത് പന്തികേട്? എന്തോ ഒരു പന്തികേടുണ്ട്. ഉണ്ടോ? ആ ഉണ്ട്. എനിക്ക് തോന്നിയതായിരിക്കും. ആയിരിക്കും. ആവാം. ഡോക്യുമെന്റ്സ് ഒക്കെ മെയിൽ ചെയ്യൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ 2 ദിവസം കഴിഞ്ഞ് വരുള്ളൂന്ന്. പിന്നെ മീൻ വിളിച്ചോണ്ടിരിക്കണ എന്തിനാ? ഞാൻ കിഷോറിനോട് എല്ലാം പറഞ്ഞിരുന്നു. കിഷോർ വിളിച്ചില്ലേ? ഇവർക്കൊന്ന് സമാധാനിച്ച് സംസാരിച്ചൂടെ? എന്തോന്നിത്? തന്നെ കിഷോർ വിളിക്കും. ചിലപ്പോ നീ പോലും അറിയാതെ വിജിലൻസ് വാങ്ങിയ പൈസ നിന്റെ ബാഗിൽ നിന്ന് കണ്ടെത്തി. എന്താ? ഒന്നുമില്ല. അല്ല, എന്താ കാര്യം ചോദിച്ചു. ഞാനേ
മായമ്മയോട് സംസാരിക്കാൻ വേണ്ടി. മായമ്മ ഫ്രീ ആണോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നത്. ഞാൻ രാവിലെ തന്നെ കിഷോറിനെ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചതാണ്. അത് കിഷോർ മറന്നെങ്കിൽ ഇന്ന് അങ്ങയുടെ അവസാനം. ഫോൺ വെച്ചേ, ഫോൺ വെക്കാൻ. എന്നൊരു കാര്യം ഏൽപ്പിച്ചതാ, ഞാൻ അത് മറന്നു. ഇപ്പൊ എന്നെ കണ്ട എന്റെ കാര്യം പോകാം. ഞാനിവിടെ വന്നൊന്ന് പറയല്ലേ. ഫോൺ വിളിച്ചിട്ട് ഇവനെന്തൊന്നും സംസാരിക്കാത്തേ? എന്താടി? ഒന്നുമില്ല. പിന്നെ എന്ത് കേൾക്കാനാ നീ ഇവിടെ നിന്നത്? അതെ, മായമ്മക്ക് രാത്രി കഴിക്കാൻ എന്താ വേണ്ടെന്ന് ചോദിക്കാൻ വന്നതാ. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും വേണോന്ന് നിന്നോട് പറഞ്ഞിരുന്നോ? ഇല്ല. നീ കിഷോറിനെ കണ്ട? കിഷോറിനെ കണ്ടാന്ന്? ആ, നേരത്തെ കിഷോറേട്ടൻ വന്നായിരുന്നു. എന്നിട്ട് എവിടെ? മായമ്മ കിഷോറേട്ടൻ എന്തോ ജോലി കൊടുത്തെന്നോ അത് ചെയ്യാൻ മറന്നെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് താഴത്തേക്ക് ഓടിപ്പോയി. അതുവരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവർക്കൊന്ന് ചിരിച്ച് സംസാരിച്ചൂടെ? നീ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞാ? ഇല്ല. ഹലോ. ഹലോ മാഡം, പൈസ അക്കൗണ്ടിൽ ഇടണോ അതോ എപ്പോഴത്തെ പോലെ പ്യൂണെ വെച്ചാൽ മതിയോ? പൈസയോ? ഏത് പൈസ? എൻ്റെ ബില്ലും കൂടെ ഒന്ന് പാസ്സാക്കണേ മാഡം. ഫോൺ വെച്ചിട്ട് പോടോ. എന്താ ചേച്ചി, എന്തിനാ ഒച്ചയെടുത്തേ? ആരാ ഇത്? അതെടുക്കണ്ട, എടുക്കണ്ട. അക്കൗണ്ടിൽ പൈസ ഇടട്ടെ, ബില്ല് പാസ്സാക്കി തരുമോന്നൊക്കെ ചോദിച്ചു പറഞ്ഞ് വിളിക്കുന്നതാ. ആര്? എനിക്കറിയില്ല. എന്താ മണി, ഫോൺ റിങ് ചെയ്യുന്നല്ലോ, എന്താ എടുക്കാത്തെ? നിങ്ങൾക്ക് ശരിക്കും എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞില്ലേ, നാളെ രാവിലെ ചെന്ന് ജോലി റിസൈൻ ചെയ്തിട്ട് തിരിച്ചു വന്നാ മതി. അതിന് വെച്ച വെള്ളം നിങ്ങൾ വാങ്ങി വെച്ചാ മതി. ഓ, ഞാൻ വാങ്ങി വെച്ചോളാം. ഇപ്പൊ ഈ വന്ന കോളില്ലേ, അവരിനി എന്നും നിന്നെ തേടി ഓഫീസിലേക്ക് വരും. നിനക്കൊരിക്കലും ഒരു നിമിഷം പോലും സമാധാനമായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല. നീ ജോലിക്ക് പോകുന്ന വഴിയും തിരിച്ചു വരുന്ന വഴിയും അവരുണ്ടാക്കും. എന്തിന്? നിനക്ക് കൈക്കൂലിയുമായി അവർ ഈ വീട്ടുമുറ്റത്ത് വരെ വരും. ചിലപ്പോ നീ പോലും അറിയാതെ വിജിലൻസ് നീ കൈക്കൂലി വാങ്ങിയ പൈസ നിന്റെ ബാഗിൽ നിന്ന് കണ്ടെത്തിയെന്ന് ഇരിക്കും. ഞാൻ പറയുന്നത് മായമ്മ എന്ന കേക്ക്. നീ ജോലി രാജിവെക്കുന്ന കാര്യമല്ലാതെ വേറൊന്നും എനിക്ക് കേൾക്കണ്ട. അത് പറയാൻ വേണ്ടി മാത്രം നീ എൻ്റെ അടുത്തേക്ക് വന്നു. അത് പറയുന്നത് വരെ ഇതുപോലെ കോളുകൾ നിനക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇവര് ഒരു വിധത്തിലും സമ്മതിക്കൂലല്ലോ ചേച്ചി. ചേച്ചി ഇവരെന്ത് പറഞ്ഞു മനസ്സിലാക്കാൻ പോയതാ? യശോദാമ്മ പറഞ്ഞ കാര്യം. എന്റെ പൊന്ന് ചേച്ചി, യശോദാമ്മക്ക് ചേച്ചിനെ കണ്ണിന് നേരെ കണ്ടുകൂടാന്ന് എനിക്കറിയാലോ. അവര് പിന്നെ ചേച്ചിനോട് എന്ത് പറയാനാ? എന്നോട് എന്റെ മോനോട് ക്ഷമിക്കാനോ? അതെന്തായാലും അവര് പറയാൻ പോണില്ല. ഇതൊക്കെ തന്നെയാ മരിക്കുന്നതിന് മുന്നേ യശോദാമ്മ എന്നോട് പറഞ്ഞത്. സീരിയസ് ആയിട്ടോ? അതെ. ഒരാൾക്കും ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങളാ ഞാനും എൻ്റെ മോനും നിന്നോട് ചെയ്തത്. എനിക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ. അവിടെ
നിന്നെ ഞാൻ നോക്കും, ഒന്നുപോലെ നോക്കും. മോൾക്ക് ക്ഷമിക്കാൻ പറ്റിയ എന്റെ മോനൊരു അവസരം കൊടുക്കണം. എന്നാ പിന്നെ ഇത് അവരോട് പറഞ്ഞൂടെ ചേച്ചിക്ക്? ഞാൻ ഇതൊക്കെ ചെന്ന് പറഞ്ഞ അവര് വിശ്വസിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നാ പിന്നെ മോഹനേട്ടനോട് പറഞ്ഞൂടെ? അങ്ങനെ ഇപ്പൊ വിശ്വസിക്കില്ല, പക്ഷെ പയ്യെ പയ്യെ വിശ്വസിച്ചോളൂ. അപ്പോ യശോദാമ്മ ഒരു പാവായിരുന്നല്ലേ? പാവായിരുന്നു. എന്നാ നീ കിടന്നോ. ചേച്ചി എവിടെ പോണ്? ഞാൻ അപ്പുറത്ത് മോനേട്ടനും പറയല്ലേ കിടക്കുന്നേ. ആ, അത് ഞാൻ ഇന്നലെ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. നിങ്ങൾ തമ്മിൽ വഴക്കാന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ഇന്നലെ ഒരുമിച്ചാണല്ലോ കിടന്നത്. അപ്പൊ വലിയ വഴക്കൊന്നും ഇല്ലല്ലേ? പറഞ്ഞാ തീരാവുന്നതേ ഉള്ളൂ. എടി അത് അങ്ങനെയല്ല. നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അങ്ങേര് ചെയ്തതൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങേരെ കാലേ വാരി നിലത്തടിക്കാനുള്ള ദേഷ്യം എനിക്കുണ്ട്. പക്ഷെ ഒരാൾ മരിക്കാൻ നേരത്തെ അവസാനമായി പറഞ്ഞത് ചെയ്യാതിരിക്കുന്നത് ശരിയല്ലടി. മാത്രമല്ല അമ്മ എൻ്റെ കൈ കിടന്നാ മരിച്ചത്. അപ്പം അത് ചെയ്യേണ്ടത് എൻ്റെ കടമയല്ലേ. എന്നാ ചേച്ചി പോയിക്കോ. ഗുഡ് നൈറ്റ് ചേച്ചി. മോള് കിടന്നോ, എന്തേലും ഉണ്ടോ വിളിച്ചാൽ മതി കേട്ടോ. ഡി, എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? നിന്നെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിന്നെ ഞാൻ ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും കോടതിയിൽ നീ എനിക്കെതിരെ ഒന്നും നീ പറഞ്ഞില്ല. ഇപ്പൊ നീ എൻ്റെ റൂമിൽ വന്ന് സ്ഥിരതാമസമാക്കി. ഇപ്പൊ ഇതേ കൂടെ കിടക്കാൻ നോക്കുന്നു. അതാണ് ഞാൻ ചോദിച്ചത്, എന്താണ് നിന്റെ ഉദ്ദേശം? ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടോ? ഇല്ല, എനിക്കൊന്നും കേൾക്കണ്ട. കോടതിയിൽ ഞാനും എൻ്റെ അമ്മയും തോറ്റപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞതാണ്, നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ ക്ഷമിക്കാൻ അവൾക്ക് കുറച്ച് സമയം കൊടുക്കാൻ. എന്നിട്ട് നീ എന്താ ചെയ്തത്? വിഷമിച്ചിരുന്ന അമ്മയെ നീ വീണ്ടും വീണ്ടും കുത്തി നോവിച്ചു. എന്നിട്ട് അവളിപ്പോൾ എൻ്റെ കൂടെ കിടക്കാൻ വന്നിരിക്കുന്നു. അതിന് എന്നെ കിട്ടുമൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് കേക്കോ? എനിക്കൊന്നും കേൾക്കണ്ട. ഇവള് വശീകരിക്കാൻ വന്നേക്കുന്നു. മോഹനേട്ടൻ എന്താ ഇവിടെ കിടന്നുറങ്ങുന്നേ? ഇനി മോഹനേട്ടനെ അവരെ അടിച്ചു പുറത്താക്കിയാ? രണ്ടുപേരും ഇന്നലെ ഒരുമിച്ചാണല്ലോ കിടന്നത്. പിന്നെ ഈ മോഹനേട്ടൻ മാത്രം എങ്ങനെ ഒറ്റയ്ക്ക് വന്നു? ഗുഡ് മോർണിംഗ് ചേച്ചി. ഗുഡ് മോർണിംഗ്. അല്ല ത്രിവേണി, സാധാരണ മോഹനേട്ടന്റെ റൂമിലാ കിടക്കുന്നത്. ഇതെന്താ പതിവില്ലാതെ താഴെ വന്ന് കിടക്കുന്നേ? ഇവിടെ ഇപ്പൊ പതിവ് പോലത്തെ കാര്യങ്ങളൊന്നും അല്ലല്ലോ സംഭവിക്കുന്നത്. സാധാരണ അഞ്ചു ചേച്ചി എന്റെ ചേച്ചിക്ക് പാര വക്കലല്ലായിരുന്നോ? പക്ഷെ ഇപ്പൊ നമ്മൾ ടീമായില്ലേ? അതെ. എന്തെങ്കിലും പുതിയ രഹസ്യം കിട്ടിയോ? ഇതുവരെ മായ്മ രഹസ്യമൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ചേച്ചിയുടെ രണ്ട് ചെവിയും അവരുടെ അടുത്ത് തന്നെ ഉണ്ടാവണം കേട്ടോ. പിന്നില്ലാതെ, അത് ഉറപ്പല്ലേ? അഞ്ജു, ആ, ഇതെടാ.
ഗുഡ് മോർണിംഗ് ചേട്ടാ. നിന്റെ ചേച്ചിനെ കെട്ടിയതിനു ശേഷമേ എനിക്ക് അത്ര ഗുഡ് മോർണിംഗ് അല്ല, ബാഡ് മോർണിംഗ് ആണ്. എനിക്ക് മാത്രമല്ല, എൻ്റെ അമ്മക്കും. ചേട്ടാ, ചേട്ടൻ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. അതെ, ഞാൻ വിചാരിച്ച പോലെയല്ല കാര്യങ്ങള്. നിന്റെ ചേച്ചിയില്ലേ കണ്ണീച്ചോറില്ലാത്തോളാണ്. അവളുടെ വക്കാലത്തും കൊണ്ടേ ആരും എൻ്റെ അടുത്ത് വരാൻ നിൽക്കണ്ട. ഇതെന്ത് സ്വഭാവമാണ്? നമുക്ക് പറയാനുള്ള പോലും കേൾക്കില്ലേ? മോഹനേട്ടൻ ഇങ്ങനെ തന്നെയാ, ഒരു പ്രത്യേക ടൈപ്പാ. ആര് പറഞ്ഞാലും കേൾക്കില്ല. ചേട്ടന്റെ കുറ്റം പറയാണോ? മോഹനേട്ടന് ജനിക്കാതെ പോയ അനിയത്തിയാണ് അഞ്ജു ചേച്ചി എന്നാണ് എല്ലാരും പറയാറ്. അത് പണ്ടല്ലേ, ഇപ്പൊ ഞാൻ മറുവണ്ണം ചാടിയില്ലേ. അപ്പൊ എനിക്ക് കുറ്റം പറയാം. ഞാനേ ദേവുവിനെ സ്കൂളിൽ വിടാനുള്ള പണി നോക്കട്ടെ. പോ. സോറി അമ്മ, ഇന്നലെ ഞാൻ സത്യമല്ല അറിഞ്ഞത്. മോഹനേട്ടനെയും ചേച്ചി ഒന്നിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാം. അതിനെനിക്ക് കുറച്ച് സമയം വേണം. അമ്മ ഒന്ന് വെയിറ്റ് ചെയ്യണം.